ക്ഷമിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. മറ്റൊരാൾ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ അവരോട് ക്ഷമിക്കുന്നത് അവരെക്കാൾ കൂടുതൽ ഗുണം ചെയ്യുന്നത് നമുക്ക് തന്നെയാണ്. മനസ്സിൽ ദേഷ്യവും പകയും കൊണ്ട് നടക്കുന്നു എന്ന് പറയുന്നത് വിഷം നമ്മൾ കഴിച്ചിട്ട് ശത്രു മരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നത് പോലെയാണ്. ആ ഭാരം ഇറക്കി വയ്ക്കുമ്പോൾ സ്വതന്ത്രരാകുന്നത് നമ്മൾ തന്നെയാണ്. സോറി എന്നത് വെറും രണ്ടക്ഷരമുള്ളൊരു വാക്കല്ല കേട്ടോ. അത് തകർന്ന ഹൃദയങ്ങളെ ഒട്ടിപ്പിടിപ്പിക്കാനുള്ളൊരു പാലമാണ്. അടഞ്ഞുപോയ വാതിലുകൾ തുറക്കാനുള്ള താക്കോലാണ്. തെറ്റ് ചെയ്താൽ അത് സമ്മതിക്കാനും ക്ഷമ ചോദിക്കാനും നമുക്ക് കഴിയട്ടെ. നമസ്കാരം, ഞാൻ നിപിൻ നരവത്ത്. ഈ വിൻസി അലോഷ്യസും ഷൈൻ ടോം ചാക്കയും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടു. ഇന്ന് പൊതു ഇടത്ത് ഒരു പത്രസമ്മേളനം വിളിച്ചു വരുത്തി. പൊതുവായിട്ടുണ്ടായ സംഭവത്തിന് ഷൈൻ ടോം ചാക്കോ മാപ്പ് പറഞ്ഞിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് തിരക്കുകൾ നിറഞ്ഞതാണ്. ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ പലപ്പോഴും പലരെയും വേദനിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട്, ചിലപ്പോൾ അറിയാതെ. അതുപോലെ മറ്റുള്ളവർ നമ്മളെയും വേദനിപ്പിക്കാറുണ്ട്. അത് മനുഷ്യ സഹജമാണ്. എന്നാൽ ഈ മുറിവുകളെ ഉണക്കാതെ മനസ്സിൽ പകയും വിദ്വേഷമായിട്ട് നടന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടും, ബന്ധങ്ങൾ തകരും, ജീവിതത്തിൻ്റെ സന്തോഷം തന്നെ ഇല്ലാതാവും. ഇവിടെയാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ പ്രസക്തി. ക്ഷമ ചോദിക്കാനും ക്ഷമിക്കാനുമുള്ള നമ്മുടെ കഴിവ്. എന്തുകൊണ്ടാണ് നമുക്ക് സോറി പറയാനായിട്ട് മടി? ഒറ്റ ഉത്തരവുള്ളൂ: ഈഗോ. ഞാൻ എന്തിന് ക്ഷമ ചോദിക്കണം? തെറ്റവൻ്റെ ഭാഗത്തല്ലേ, അല്ലെങ്കിൽ അവളുടെ ഭാഗത്തല്ലേ? ഞാൻ സോറി പറഞ്ഞാൽ ഞാൻ ചെറുതായി പോവില്ലേ എന്നൊരു ചിന്ത. ഈ ചിന്തകളാണ് നമ്മളെ പിന്നിലേക്ക് വലിക്കുന്നത്. ഒരു സോറി പറഞ്ഞാൽ നമ്മൾ തോറ്റുപോകുമെന്നും ക്ഷമിച്ചാൽ നമ്മൾ ദുർബലരാണെന്നും നാം തെറ്റിദ്ധരിക്കുന്നു. തെറ്റ് പറ്റിയെന്ന് തിരിച്ചറിഞ്ഞ് അത് തുറന്ന് സമ്മതിക്കാൻ വലിയ ധൈര്യം വേണം. മറ്റൊരാളുടെ ഹൃദയം തുറന്ന് ക്ഷമ ചോദിക്കാൻ അതിനും വേണം വലിയൊരു മനസ്സ്. ഈ ലോകത്ത് യഥാർത്ഥ ശക്തന് മാത്രമേ ക്ഷമ ചോദിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ബലഹീനതയല്ല, മറിച്ച് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണത്. ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ലോകം വാഴുന്ന ഒരാളുണ്ട്, നെൽസൺ മണ്ടേല. വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് സ്വന്തം ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം ജയിലിൽ കഴിയേണ്ടി വന്നു. നീണ്ട 27 വർഷങ്ങൾ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. 27 വർഷം നിങ്ങളെ അന്യായമായിട്ട് തടങ്കിലിട്ടവരോട് നിങ്ങൾക്ക് എന്ത് വികാരമായിരിക്കും ഉണ്ടാകുക? പക, ദേഷ്യം, പ്രതികാരം ചെയ്യാനുള്ള ആഗ്രഹം, സ്വാഭാവികം ഇതൊക്കെ തന്നെയായിരിക്കും ഉണ്ടാകുക. എന്നാൽ ജയിൽ മോചിതനായി ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡൻ്റ് ആയപ്പോൾ മണ്ടേല എന്താണ് ചെയ്തതെന്നറിയോ? തന്നെ ദ്രോഹിച്ചവരോട് അദ്ദേഹം ക്ഷമിച്ചു. പ്രതികാരത്തിൻ്റെ പാതയല്ല, മറിച്ച് അനുരഞ്ജനത്തിൻ്റെ പാതയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. ക്ഷമയെന്നത് വളരെ ശക്തമായൊരു ആയുധമാണ് എന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അദ്ദേഹം ക്ഷമിക്കാൻ തയ്യാറായില്ലായിരുന്നെങ്കിൽ ദക്ഷിണാഫ്രിക്ക ഒരു പക്ഷേ വലിയൊരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് പോകുമായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുമായിരുന്നു. എന്നാൽ ഒരാളുടെ ക്ഷമിക്കാനുള്ള തീരുമാനം ഒരു രാജ്യത്തെ മുഴുവൻ രക്ഷിച്ചു. അതാണ് ക്ഷമയുടെ ശക്തി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നെൽസൺ മണ്ടേലയെ പോലെ രാജ്യത്തെ രക്ഷിക്കേണ്ടി വരികയൊന്നുമില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ കുടുംബത്തെ, സൗഹൃദത്തെ, നമ്മുടെ സ്വന്തം മനസ്സമാധാനത്തെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ഭാര്യയോടോ ഭർത്താവിനോടോ ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഈഗോ മാറ്റിവെച്ച് ഒരു സോറി പറഞ്ഞു നോക്കിയേ, ആ ബന്ധത്തിൻ്റെ ഭംഗി തിരികെ വരുന്നത് കാണാം. കൂട്ടുകാരോടൊരു വാക്ക് തർക്കത്തിൻ്റെ പേരിൽ മിണ്ടാതെ നടന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അങ്ങോട്ട് ചെന്ന് ക്ഷമ ചോദിച്ച് നോക്കിയേ, നഷ്ടപ്പെട്ടു പോയ സൗഹൃദം തിരികെ ലഭിക്കും. ക്ഷമിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. മറ്റൊരാൾ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ അവരോട് ക്ഷമിക്കുന്നത് അവരെക്കാൾ കൂടുതൽ ഗുണം ചെയ്യുന്നത് നമുക്ക് തന്നെയാണ്. മനസ്സിൽ ദേഷ്യവും പകയും കൊണ്ട് നടക്കുന്നു എന്ന് പറയുന്നത് വിഷം നമ്മൾ കഴിച്ചിട്ട് ശത്രു മരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നത് പോലെയാണ്. ആ ഭാരം ഇറക്കി വയ്ക്കുമ്പോൾ സ്വതന്ത്രരാകുന്നത് നമ്മൾ തന്നെയാണ്. സോറി എന്നത് വെറും രണ്ടക്ഷരമുള്ളൊരു വാക്കല്ല കേട്ടോ.
അത് തകർന്ന ഹൃദയങ്ങളെ ഒട്ടിപ്പിടിപ്പിക്കാനുള്ളൊരു പാലമാണ്. അടഞ്ഞുപോയ വാതിലുകൾ തുറക്കാനുള്ള താക്കോലാണ്. തെറ്റ് ചെയ്താൽ അത് സമ്മതിക്കാനും ക്ഷമ ചോദിക്കാനും നമുക്ക് കഴിയട്ടെ. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാനുള്ള വലിയൊരു ഹൃദയം നമുക്കുണ്ടാവട്ടെ. ഈ ലോകത്ത് ഇതിലും വലിയ എന്ത് കാര്യമാണ് ഉള്ളത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്നതിനേക്കാൾ വലിയ എന്ത് സന്തോഷമാണുള്ളത്. ഈഗോയുടെ തടവറയിൽ നിന്ന് പുറത്തു വന്നിട്ട് ഹൃദയം തുറന്ന് ക്ഷമ ചോദിക്കൂ. ക്ഷമിക്കുക, ജീവിതം കൂടുതൽ മനോഹരമാക്കുക. ഷൈൻ ടോം ചാക്കോ വിൻസിയോട് ക്ഷമ ചോദിച്ച സമയത്ത് നമ്മളോട് പറയാതെ പറയുന്നതും ഈ സന്ദേശം തന്നെയാണ്. സൂത്രവാക്യം എന്ന് പറഞ്ഞൊരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് അവർ ആ പത്രസമ്മേളനത്തിൽ പൊതുവായി തനിക്ക് പറ്റിയ തെറ്റ് ഏറ്റുപറഞ്ഞത്. തിങ്ക് പോസിറ്റീവ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.